നിങ്ങളൊരു ദിവസം ഫോണില്ലാതെ എത്ര നേരം ഇരിക്കും? തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. കാരണം പല ആൾക്കാരുടെ പോക്കറ്റിൽ ഫോൺ കാണും. അതില്ലാതൊരു സമയം നമുക്കിപ്പം റീകളക്ട് ചെയ്യാനായിട്ട് വളരെ കുറവാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓടാൻ പോകുമ്പോഴോ ജിമ്മിൽ പോകുമ്പോഴോ ഒക്കെ അല്പം ദൂരെ വയ്ക്കും എന്നല്ല, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് തന്നെ അല്പം ദൂരെ വയ്ക്കും എന്നല്ലാതെ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടൊരു മോചനം നമുക്ക് തീർച്ചയായിട്ടും ഇല്ല അല്ലേ? പല സമയത്തും ഇല്ല. അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ കണ്ണിൽ കുറേ നേരം നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് സ്ട്രെയിൻ ആവുമെന്നറിയാം. പക്ഷെ അത് കൂടാതെ എന്തൊക്കെ ആസ്പെക്റ്റുകളിൽ നമ്മുടെ ശരീരത്തിൽ മാറ്റമുണ്ട് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. നമ്മൾ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട് അല്ലേ, അധികം നേരം ഫോൺ നോക്കരുത്, കണ്ണിന് നല്ലതല്ല എന്നുള്ളത്. കുട്ടികളോട് മാത്രമല്ല, നമ്മൾ ആരോടാണെങ്കിലും നമ്മൾ പറയുമ്പം ശരിക്കും പറയാൻ കണ്ണിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ ഇത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഏതൊക്കെ ആസ്പെക്റ്റിലാണ്, എങ്ങനെയൊക്കെയാണ് ഇതിനെ നമ്മളെ ബാധിക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ, മൊബൈൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ, അത് നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് ഹെൽത്ത് ആസ്പെക്റ്റിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ ഡിസ്കസ് ചെയ്യാം. സോഷ്യൽ ആസ്പെക്റ്റിൽ നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഒത്തിരി വിഷയങ്ങൾ നമുക്കതിനകത്ത് പറയേണ്ടി വരും, അതിനകത്തെ കണ്ടൻറ്റിനെ കുറിച്ച് പറയേണ്ടി വരും. പക്ഷേ അതല്ലാതെ നമ്മൾ ഹെൽത്ത് വൈസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കുറേ നേരം ഒരേ രീതിയിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കണ്ണിന് സ്ട്രെയിൻ ആവും. എസ്പെഷ്യലി നമ്മൾ ഈ പിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അധികം ദൂരത്തല്ല പിടിക്കുന്നത്, നമ്മൾ ഈ ഒരു ദൂരത്തിലായിരിക്കും പിടിക്കുന്നത്. പക്ഷെ നമ്മുടെ ശ്രദ്ധ കൂടി വരുന്നതിനനുസരിച്ച് പയ്യെ ഇത് കണ്ണിന് അടുത്തോട്ട് വരും. നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നോക്കുമ്പോൾ വളരെ അടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ കുറച്ച് ദൂരത്തിൽ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കണ്ണിന് സ്ട്രെയിൻ ആകും, പയ്യെ ദൂരെയുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകും, അല്ലെങ്കിൽ കാണാൻ ബുദ്ധിമുട്ട് ആകുന്ന ആ ഒരു വിഷയം പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് അക്കമഡേഷൻ ഇഷ്യൂ എന്നാണ് ഇതിന് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, നമ്മുടെ കണ്ണിൻ്റെ അക്കമഡേഷൻ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിന് പവർ കൂടുന്ന എന്നുള്ളൊരു ആസ്പെക്റ്റ്, പവർ കൂടുക കുറയാന്ന് പറയുമല്ലോ, സെയിം അതേ ആസ്പെക്റ്റ് തന്നെ. അപ്പോൾ ഇതിന് പരിഹാരമാണ് നമ്മൾ കുറച്ച് നേരം ഒരു 20 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 20 സെക്കൻഡ് നേരത്തേക്ക് 20 മീറ്റർ ദൂരെയുള്ള സാധനത്തിൽ വസ്തുവിൽ നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും നമ്മുടെ കണ്ണിനകത്തുള്ള മസിൽസിനായിട്ട്. കണ്ണിനകത്തെ മസിൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇരുന്ന് നോക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ പോസ്ചർ വളഞ്ഞായിരിക്കും ഇരിക്കുന്നത്. നമ്മളത് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. നമ്മൾ സ്ക്രീനിലാണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുനിഞ്ഞിട്ട് ഇങ്ങനെ പയ്യെ ശ്രദ്ധ കൂടുന്നതിനനുസരിച്ച് കഴുത്ത് നീണ്ട് പോകുന്നൊരവസ്ഥ. അപ്പോൾ അതൊക്കെ നമ്മുടെ കഴുത്തിനെ ബാധിക്കുന്നത്. ഓക്കെ, കഴുത്തിനെ മസിൽസിനെ ബാധിക്കുന്നുണ്ട്, ഷോൾഡർ മസിൽസിനെ ബാധിക്കുന്നുണ്ട്. അത് നമ്മളറിയാതെ നമ്മുടെ ഈ ഒരു മസിൽസ് സ്റ്റിഫാകാനുള്ള സാധ്യതയുണ്ട്. മസിൽ സ്റ്റിഫ്നെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ട് വേദന വരും, അതിന് മസിൽ ടെൻഷൻ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ടെൻഷൻ ഹെഡേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ സ്ട്രെസ് അടിച്ച് മൂഡ് സ്വിങ്സ് കൊണ്ടുവരുന്ന ടെൻഷനല്ല, പക്ഷെ മസിൽസിന് വരുന്ന ടെൻഷൻ കൊണ്ടുവരുന്ന തലവേദനയായിട്ട് പറയാം. അത് മെയിനായിട്ട് സ്കാൽപ്പിലാണ് കേട്ടോ അപ്ലൈ ആവുന്നത്, അകത്തല്ല, സ്കാൽപ്പിനകത്ത്. കാരണം ആ ഒരു മസിൽസ് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മൊത്തത്തിൽ വരിയുന്നതിൻ്റെതായിട്ടുള്ള വിഷയങ്ങൾ ആണ് ആ ഒരു വേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കണ്ണിന് വരുന്ന സ്ട്രെയിൻ, കണ്ണിനകത്തെ മസിൽസ് അക്കമഡേഷൻ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതായത് കാണാൻ നമുക്ക് ഇപ്പോൾ പെട്ടെന്നൊരു ഒബ്ജക്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന, ക്ലാരിറ്റിയോടെ കാണാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി അത് കുറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സ്ക്രീനിൽ ഒരേ രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഇടവേളകളില്ലാതെ. പിന്നുള്ളത് നേരത്തെ പറയുമ്പോൾ നമ്മൾ ബ്ലിങ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ഐസ് വരാനുള്ള സാധ്യതയുണ്ട്. ഡ്രൈ ഐസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് തലവേദനയിലോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെയുള്ള ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറയുമ്പോൾ കഴുത്തിൻ്റെ നീണ്ട് വരുമ്പോൾ അതിൻ്റെ പോസ്ചർ ബാലൻസിൽ വ്യത്യാസം വരും. അവിടെ മസിൽസിൽ കൂടുതലായിട്ട് സ്ട്രെയിൻ വരും, ടെൻഷൻ വരും. അവിടുത്തെ എല്ലിൽ കൂടുതലായിട്ട് സ്ട്രെയിൻ വരും, തേയ്മാനം വരും. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഫോണിൽ കൂടുതലായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ് അനുസരിച്ച്
ഉള്ള വ്യത്യാസങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകും, നമ്മുടെ ഹോർമോൺസിൽ അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. ചില കാര്യങ്ങൾ കാണുമ്പം ഇപ്പോൾ നമുക്ക് ദേഷ്യവും വിഷമമൊക്കെ ഉണ്ടാക്കുന്നതാണ്, കൂടുതലായിട്ട് ഹോർമോൺസ് നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ റിലീസാവും. അങ്ങനെ ആകുന്ന സമയത്ത് അത് ചിലപ്പം ആ ഒരു ഹോർമോൺ അത് കണ്ടിന്യൂസ് ആയിട്ട് റിലീസ് ആവുകയാണ്, പക്ഷേ ശരീരം അവിടെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും പോയി ആക്ട് ചെയ്യണ്ടേ? അതൊക്കെ ഒരു സ്റ്റിറോയിഡ് ആക്ഷനാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ സ്റ്റിറോയിഡ് ആക്ഷന് സെപ്പറേറ്റ് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓവർ പീരീഡ് ഓഫ് ടൈം നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഈവൻ മൂഡ് സ്വിങ്സ്, കാര്യങ്ങൾ, ദേഷ്യം, വിഷമം, അതെല്ലാം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിനെ ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഒരേ കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ഇമേജസ് ആണ് അതിനകത്തുണ്ടെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവല് കുറയുന്നതായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും. കുറച്ചാൾ മുമ്പ് വരെ നമുക്ക് നല്ലോണം നമ്മൾ ബ്രെയിൻ തന്നെ വർക്ക് ചെയ്ത് എടുത്ത് മനസ്സിലാക്കുന്ന മെമ്മറി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, ആ ഒരു പീരീഡ് ടൈം ഫ്രെയിം നമ്മൾ പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ റീൽസ്, ഷോർട്സ് കാണുമ്പം തീർച്ചയായിട്ടും കുറയുന്നതായിട്ടും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പരിഹാരം എന്താ? നമ്മളത് അത്യാവശ്യമല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റുകൾ കാണുക എന്നുള്ളതാണ്. അതുപോലെ റീൽസ് കാണാതെ ലോങ് വീഡിയോസ് കുറച്ചുകൂടെ കാണുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. റീൽസ് തീരെ കണ്ടെന്നല്ല, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് വളരെ ഷോർട്ടായിട്ട് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും റീൽസ് കാണാം. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മെമ്മറിയെ, നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ ഇമോഷൻസിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മുടെ റിലേഷൻഷിപ്പുകളെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ മെയിനായിട്ട് കണ്ണിന് പ്രശ്നം, കണ്ണിൻ്റെ അക്കോമഡേഷൻ, കണ്ണ് കാഴ്ചയുടെ വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാറ്ററാക്റ്റ് അല്ല പറയുന്നത്, പക്ഷേ കണ്ണ് കാണുന്നതിൻ്റെ ആ ലെൻസിൻ്റെ പവറിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അത് കൂടാനുള്ള സാധ്യതയുണ്ട്. ഡ്രൈ ഐസ് വരാനുള്ള സാധ്യതയുണ്ട്. കഴുത്തിൻ്റെ മസിൽസിന് വിഷയം വരാൻ സാധ്യതയുണ്ട്. കഴുത്തിൽ തേയ്മാനം വരാനുള്ള സാധ്യതയുണ്ട്. കഴുത്തെന്ന് പറയുമ്പോൾ നടുവിനെയും ഇമ്പാക്റ്റ് ചെയ്യും. കാരണം നട്ടലിലാണ്. നട്ടലിൽ ആ ഒരു കർവേച്ചറിൽ വരുന്ന വ്യത്യാസം അത് ഫുള്ളായിട്ട് ബാധിക്കും. അതിൻ്റെ ലോഡിൻ്റെ ബിയറിങ് കപ്പാസിറ്റി അതിൽ വ്യത്യാസം വരും. അപ്പോൾ നടുവിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാം. പിന്നെ നമ്മുടെ വരുന്ന മൂഡ് സ്വിങ്സ്, നമ്മൾ ഹോർമോണൽ ബാലൻസിനെ വരെ ബാധിച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസുകളും താഴെ മെൻഷൻ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര നേരം ഫോൺ ഉപയോഗിക്കാനായിട്ട് കൊടുക്കാറുണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വന്തമായിട്ട് എത്ര നേരം ഫോൺ ഇല്ലാതെ ഇരിക്കുന്നുണ്ട് അതും നിങ്ങൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യാം. സോ നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ ഡോക്ടർ ആനന്ദ്. താങ്ക് യു.